വെൽക്കം ടു മിറാക്കിൾ കീ ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ PSC വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനെന്നുള്ളതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ നമ്മൾ PSCയിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് PSC തുളസി എന്നിട്ടുള്ള സൈറ്റിൽ നമ്മൾ കയറുകയാണ്. സോ അതിൽ ലോഗിൻ പേജിൽ ലോഗിന് തൊട്ട് താഴെയിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ എന്ന വിൻഡോയിലേക്ക് വരുന്നു. അതിൽ നമ്മളെ ബേസിക് ഡീറ്റെയിൽസ് ആണ് അവിടെ അടിച്ചു കൊടുക്കേണ്ടത്. അതായത് പേര്, ജനന തീയതി, ജെൻഡർ, അതേമാതിരത്തെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ ഓരോന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ പേരടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ സർട്ടിഫിക്കറ്റ്സിലൊക്കെ എങ്ങനെയാണോ പേരുള്ളത് ആ രീതിയിൽ നമ്മൾ, അതായത് നമ്മുടെ കറക്റ്റ് നെയിം എങ്ങനെയാണോ അതാണ് കൊടുക്കേണ്ടത്. ചില ആൾക്കാർക്കൊക്കെ ID പ്രൂഫിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ടുള്ള വരും. സോ അത് നമ്മൾ കൊടുക്കരുത്. നമ്മുടെ സർട്ടിഫിക്കറ്റ്സിലൊക്കെ ഉള്ള കറക്റ്റ് നെയിമാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ നമ്മളെ ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര് ഒക്കെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സിൽ എങ്ങനെയാണോ ഉള്ളത് അതേ രീതിയിൽ കൊടുക്കാം. ID പ്രൂഫ് കൊടുക്കുന്ന സമയത്ത് ആധാർ കൊടുക്കുന്നതായിരിക്കും നന്നായിരിക്കാം. ഇനി എല്ലാ ആധാറിലെ ഡീറ്റെയിൽസ് തെറ്റാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും ID കൊടുക്കുകയായിരിക്കും നന്നാകാം. അപ്പം ആധാറിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് പേരിലെങ്കിൽ നമ്മൾ വേറെ ഒരു ID കൊടുക്കുക. പാൻ കാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ID കൊടുക്കുക. ദെൻ മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കുക. അതിനുശേഷം യൂസർ ID ആൻഡ് പാസ്വേഡ്. യൂസർ ID കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കേസ് സെൻസിറ്റീവ് ആയിട്ടാണ് PSC യൂസർ ID കണക്കാക്കാം. സോ സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും അടിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ അടിക്കേണ്ടത്. ആൻഡ് ലോഗിൻ ID നമ്മൾ അടിക്കുന്ന സമയത്ത് ചിലപ്പം ലോഗിൻ ID നോട്ട് അവൈലബിൾ എന്ന് കാണിക്കും. സോ അതിനർത്ഥം അത് കൊടുത്തിട്ടുള്ള ലോഗിൻ ID പറ്റൂല, അത് ഓൾറെഡി വേറൊരാൾ ഉപയോഗിക്കുന്നുണ്ട് എന്നായിരിക്കും. നമ്മൾ യൂസർ ID കൊടുത്ത് യൂസർ ID അവൈലബിൾ ആണെന്ന് വിചാരിക്കാം, പക്ഷേ സൈഡിലൊരു എറർ മെസ്സേജ് വന്നെന്ന് വിചാരിക്കാം. കാരണം ഈ ഒരു യൂസർ IDയിൽ നമുക്ക് ആൽഫബറ്റും നമ്പേഴ്സും ഡോട്ടും @ ഒഴികെ വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. സോ വേറെ ഏതെങ്കിലും, ഞാനിപ്പോൾ ഇവിടെ ആദ്യം _A എന്ന് കൊടുത്തിട്ടുണ്ട്. സോ _ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മാറ്റി കൊടുക്കണത്. സോ ഞാൻ _ മാറ്റിയിട്ട് ഡോട്ട് കൊടുക്കുകയാണ്. സോ അങ്ങനെ ഡോട്ട് കൊടുക്കുന്ന സമയത്ത് ആ എറർ മെസ്സേജ് ഇവിടെ നിന്ന് മാറും. ഓക്കെ. ദെൻ പാസ്വേഡ് നമുക്ക് ആൽഫാ ന്യൂമറിക് ആയിട്ടോ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ടോ കൊടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ പാസ്വേഡ് കൊടുക്കാം. ഇനി വെറും നമ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല പാസ്വേഡിന്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ അടിച്ചു കഴിഞ്ഞ ശേഷം ഡിക്ലറേഷൻ്റെ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്തതിന് ശേഷം ആക്സസ് കോഡ് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കാണാൻ പറ്റും, കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇനിയും കുറച്ചും കൂടി സ്റ്റെപ്സ് നമുക്ക് ബാക്കിയുണ്ട്. സോ അതിൻ്റെ അടുത്ത് ലോഗിൻ എന്നുള്ളൊരു ബട്ടൺ കാണാം. നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാം. സോ ലോഗിൻ ID കറക്റ്റായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സിലും സ്മോൾ ലെറ്റേഴ്സിലും അടിച്ചു കൊടുക്കാം. പാസ്വേഡ് കറക്റ്റായിട്ട് കൊടുത്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണാൻ പറ്റും. അതിൽ 5 സ്റ്റെപ്സ് ഇങ്ങനെ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും, മുകളിലും ഉണ്ടാവും 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട്. സോ അതിൽ ഒന്നാമത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും. സോ അതിൽ നമുക്ക് 2 എണ്ണം കൂടി അടിക്കാനുണ്ട്, ഐഡൻറ്റിഫിക്കേഷൻ മാർക്സും നാഷണാലിറ്റിയും. സോ നമ്മൾ SSLCയിലൊക്കെ ഉള്ള പോലെ ഏതെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കുക. ദെൻ നാഷണാലിറ്റി സെലക്ട് ചെയ്യാം. ദെൻ പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ പേഴ്സണൽ ഡാറ്റ അപ്ഡേറ്റ് ചെയ്തിട്ട് മെസ്സേജ് വരും. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മൾ അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കുക. പെർമനൻറ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും വേറെ വേറെ ആണെങ്കിൽ അത് വേറെ വേറെ കൊടുക്കുക. അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്രസ്സിന് താഴെ കമ്മ്യൂണിക്കേറ്റീവ് അഡ്രസ്സ് അവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോപ്പി ആയിക്കോളും ഓട്ടോമാറ്റിക്കലി.
ദെൻ ഇമെയിൽ ഐ ഡി താഴെ അടിക്കാനുണ്ട്. ഇമെയിൽ ഐ ഡി കൂടി അടിച്ചിട്ട് നമ്മൾ സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കാം. സോ അടുത്തത് അപ്ലോഡ് ഫോട്ടോഗ്രാഫ് എന്നുള്ളതാണ്. സോ അതിലൊരു മെസ്സേജ് കാണിക്കും, അത് ഐ എഗ്രി എന്ന് പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് കൊടുക്കാം. സോ അത് നമ്മുടെ ഫോട്ടോഗ്രാഫ് എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. സോ അതിന് സ്പെസിഫിക് ഫോർമാറ്റ് ഉണ്ട്, കണ്ടോ, ഒരു ഫോർമാറ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. സോ അതിൽ 30 KB ഒക്കെയുള്ള സൈസ്, അതിൻ്റെ ഡയമെൻഷൻസ് കാണിച്ചിട്ടുണ്ട്, ഇമേജ് ടൈപ്പ് ഏതാണെന്ന് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൽ നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ഫോട്ടോ ടേക്കഡും ഉണ്ടായിരിക്കണം. സോ എങ്ങനെയാണ് ഫോട്ടോ നമ്മൾ PSCയിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അറിയില്ലെങ്കിൽ പോയി ചെക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ബ്രൗസ് ക്ലിക്ക് ചെയ്തിട്ട് മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യാം, ഇതിലേക്ക് കൊണ്ടുവരാം. സോ ഇതിൽ പറയുന്നുണ്ട് നമ്മുടെ പേര് നമ്മൾ ഫോട്ടോ ഉള്ള രീതിയിൽ തന്നെ അടിച്ചു കൊടുക്കാം. സോ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ID നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പേര് എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ കൊടുക്കാം. നമ്മൾ ഡോട്ടൊന്നും നടുക്കില്ലെങ്കിൽ നമ്മൾ ഡോട്ട് കൊടുക്കാതിരിക്കാം. ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. ഇതേപോലെ തന്നെയാണ് നമ്മൾ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടത്. 4ാമത് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. നമ്മൾ ആദ്യമേ ചെയ്ത് വെക്കണം സിഗ്നേച്ചർ. ബ്രൗസ് ചെയ്തതിനു ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യാം. ചെക്ക് ചെയ്തതിനു ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. ദെൻ 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രിവ്യൂ ആണ്. പ്രിവ്യൂ നമ്മൾ നോക്കിയതിന് ശേഷം എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണെങ്കിൽ ഐ എഗ്രി എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പ്രൊസീഡ് കൊടുക്കാം, സബ്മിറ്റ് കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ വൺ ടൈം PSC രജിസ്റ്റർ ചെയ്യാനുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷന് അപ്ലൈ ചെയ്യണമെങ്കിൽ, ഏതെങ്കിലും ഒരു കാറ്റഗറി അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസും കൂടി അതിൽ കൊടുക്കേണ്ടതുണ്ട്. സോ ഞാനത് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞതാണ്, നമുക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരാം. സോ നമ്മളിങ്ങനെ തുറക്കുന്ന സമയത്ത്, ലോഗിൻ ചെയ്ത സമയത്ത് ആകെ നമുക്ക് കാണാൻ പറ്റിയ പ്രൊഫൈലും മൈ പ്രൊഫൈലും ആധാർ മാത്രമാണ്. ബാക്കിയുള്ള ടാബ്സും ഒക്കെ നമുക്ക് ബ്ലറായിട്ടേക്കും കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ കഴിയില്ല. സോ നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ മൈ പ്രൊഫൈലിൽ പോകാം. നമ്മൾ മൈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാം. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴെ ഡിക്ലറേഷൻ എന്നും, അതേപോലെ തന്നെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വെയിറ്റേജ് ആൻഡ് പ്രിഫറൻസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഈ 3 കാര്യങ്ങളാണ് നമ്മളാദ്യം ചെയ്യേണ്ടത്. സോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുത്തതിൻ്റെ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. സോ അതിൽ ആഡ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും, ആഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതാണോ കൊടുക്കാനുള്ളത്, അപ്പോൾ ഞാനിവിടെ ക്വാളിഫിക്കേഷൻ ലെവൽ 10th ലെവൽ കൊടുത്തു. ക്വാളിഫിക്കേഷൻ ഏതാ SSLC ആണെങ്കിൽ അത്, ഇനി വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഇപ്പം ICSE ആണെങ്കിൽ അത്, ഇനി ആർട്സ് SSLC ആണെങ്കിൽ അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് കൊടുക്കണം. സബ്ജക്റ്റ് ജനറൽ എന്ന് കൊടുക്കുക. ദെൻ ഇഷ്യൂയിങ് അതോറിറ്റി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിന് അകത്തു നിന്നാണ് നമ്മൾ ചെയ്തത്, കേരള. ദെൻ റെഗുലർ സ്ട്രീം ഏതാണ്, റെഗുലർ ആണെങ്കിൽ റെഗുലർ, അല്ലെങ്കിൽ കറസ്പോണ്ടൻസ് ആണെങ്കിൽ അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ദെൻ പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, അത് മാൻഡേറ്ററി അല്ല, പക്ഷേ എന്നാലും അറിയാമെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് കൊടുക്കാവുന്നതാണ്. ദെൻ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് ഏതാണെന്ന് കൊടുക്കുക. ദെൻ ക്ലാസിഫിക്കേഷൻ ഏതാണ്, അപ്ലിക്കബിൾ അല്ലെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുക്കാം. ദെൻ നമ്മൾ രജിസ്റ്റർ നമ്പർ അടിക്കാം. ദെൻ ആക്സസ് കോഡ് ക്ലിക്ക് ചെയ്യാം. ദെൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വെയിറ്റേജ് ആൻഡ് പ്രിഫറൻസ്, ഡിക്ലറേഷൻ, ഈ 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. സോ നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കുന്ന സമയത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് കൊടുക്കുക. ആഡ് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ കാണാൻ പറ്റും ഏതൊക്കെയാണ് നമ്മളെ ഡിക്ലറേഷൻ ഏതൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളത്. സോ ഇതിലേതെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കാം. അപ്പം NCC ഉണ്ടെങ്കിൽ നമുക്ക് യെസ് കൊടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ നോ, എല്ലാം നോ കൊടുക്കാം. സ്കൗട്ട് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ യെസ്, ഇല്ലെങ്കിൽ എല്ലാം നോ കൊടുക്കാം. എന്നിട്ട് സേവ് കൊടുക്കാം. ആക്സസ് കോഡ് അടിച്ചതിന് ശേഷം സേവ് കൊടുക്കാം. നമുക്കിത് എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ നമ്മൾ വെയിറ്റേജ് ആൻഡ് പ്രിഫറൻസിൽ പോയിട്ട് നമുക്ക് വെയിറ്റേജ് നമ്മൾ നേരത്തെ ഡിക്ലറേഷനിൽ കൊടുക്കുന്ന കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യാം. NCC ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനിയല്ല വേറെ ഏതെങ്കിലും വെയിറ്റേജ് ആണുള്ളത് വെച്ചാൽ അത് കൊടുക്കാൻ പറ്റും. ദെൻ പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഏത് ടൈപ്പാണ് എന്നുള്ളത് വെച്ചാൽ അത് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്തിട്ട് സേവ് കൊടുക്കാം.
നമ്മൾ ഡിക്ലറേഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ദെൻ നമ്മൾ ഫിസിക്കൽ മെഷർമെൻറ്റ്സ് ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. നമുക്ക് അറിയില്ലെങ്കിൽ തൽക്കാലം കൊടുക്കാതിരിക്കുക, അത് പിന്നീട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതേപോലെ തന്നെ നമുക്ക് ഏത് നമ്മൾ നേരത്തെ കൊടുത്തുള്ള ഏത് സാധനം വേണമെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ മൊബൈൽ നമ്പർ ആയാലും നമുക്ക് മാറ്റാൻ പറ്റും. ദെൻ മൊബൈൽ നമ്പർ നമുക്ക് വെരിഫൈ ചെയ്യേണ്ടി വരും. സോ നമ്മൾ അവിടെ വെരിഫൈൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും, ഒരു നമ്പർ. അത് നമ്മളിതിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വെരിഫൈ ആയി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇമെയിലും വെരിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ നമുക്ക് പ്രൊഫൈൽ പിക്ചർ മാറ്റണമെങ്കിൽ മാറ്റാൻ പറ്റും, സിഗ്നേച്ചർ അതേപോലെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. സോ ഇത്രയും ആയതിനു ശേഷം നമ്മൾ ഹോം പോവുക. ഹോമിൽ നമ്മൾ നോട്ടിഫിക്കേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സോ അതിൽ നമ്മൾ കൂടുതലായിട്ടും ജനറൽ കാറ്റഗറിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഇനിയല്ല NCAയിലോ അല്ലെങ്കിൽ SRലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അതിന് നമ്മൾ അപ്ലിക്കബിൾ ആണെങ്കിൽ. ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് താഴെ തന്നിട്ടുണ്ട്. ഈ ട്രാൻസ്ഫർ എന്താണ്, NCA എന്താണ്, ജനറൽ എന്താണെന്നൊക്കെ തന്നിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വരുന്നു. കൂടുതൽ വീഡിയോക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.